ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? എന്ത് ഡ്രസ്സ് ഇട്ട് വീട്ടിൽ കൂടലൊക്കെ കഴിഞ്ഞു. ഡ്രസ്സിന് തീരെ ഷേപ്പ് പോരാ എന്ന് പറഞ്ഞിട്ട് സൈഡ് എന്തോ ആയി എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ സാധാരണ ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ നമ്മളത് യൂസ് ചെയ്തു, അത് ഇട്ട് നോക്കും അല്ലേ? ഒരു ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഷോപ്പിൽ നിന്ന് ആ ഒരു ഡ്രസ്സ് 3-4 പ്രാവശ്യം, ഞാനൊക്കെ അങ്ങനെ ഇടാറ്, ഇട്ട് നോക്കി നമുക്ക് ഒരു കംഫർട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡ്രസ്സ് എടുക്കും. അത് ലാച്ചയാണെങ്കിലും ലെഹങ്കയാണെങ്കിലും. ഞാൻ പറഞ്ഞില്ല, ഇന്ന് രാവിലെ ഞാൻ മേടിച്ച ഡ്രസ്സ് എനിക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ അകത്തുനിന്ന് കിട്ടിയതാണ്. അപ്പോൾ എന്നോടത് ആദ്യം അവർ പറഞ്ഞിട്ടുണ്ട്, ചേച്ചീൻ്റെ ആ അളവിന്, അതായത് XXL ആണ് അയക്കുന്നത്, ചേച്ചിക്ക് ഏതാ യൂസ് ചെയ്യുന്നതെന്നൊന്നും അറിയുന്നില്ല, അപ്പോൾ എന്തായാലും XXL ആണ് അയക്കുന്നത്. ഞാൻ പറഞ്ഞത് സാരമില്ല, പ്രശ്നമില്ല, ഞാൻ XXL ഇടലില്ല, എന്തായാലും XL ലാർജോ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അപ്പം പ്രശ്നമില്ല, അത് നമുക്ക് ഇപ്പം എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് അതുപോലെ ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, അതായത് കസബൂൾ കട, അതായത് കോഴിക്കോട് കസുകേന്ദ്ര എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തെ വൾഗറായിട്ട് ചിത്രീകരിക്കാൻ ഇവൾ ചെയ്തു വെച്ച ഒരു നാടകം മാത്രമാണ്. കാരണം എന്തുകൊണ്ടാണെന്നറിയാം, ഇവൾക്കൊരു ദിവസം വീട്ടിൽ കൂടാൻ ഇടാനൊരു ഡ്രസ്സ് വേണം. ആ ഡ്രസ്സ് ഇവൾ അന്നത്തെ ദിവസം ഇട്ട് കഴിഞ്ഞ് അന്ന് തന്നെയല്ലേ എന്നാൽ പറയേണ്ടത് അല്ലേ? വീട്ടിൽ കൂടെ ഇട്ട് കഴിഞ്ഞ ഡ്രസ്സ് കൊണ്ടുപോയിട്ട് ആടെ കൊടുക്കുകയും പോരാ, ആ പൈസ ഇങ്ങ് മേടിക്കാൻ നാണവും മാനവും ഇല്ലടി നിനക്കൊക്കെ. പാവം അയാൾ ഇതേപോലെ തന്നെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വിറ്റിട്ടായിരിക്കും അയാളും ജീവിക്കുന്നുണ്ട്. എന്നിട്ട് കസവ് കടേൻ്റെ മാനേജറെ കുറ്റം പറയുക. വല്ലാത്ത ജാതിയാകുമ്പോൾ ഇതൊക്കെ എന്താ സംഭവം അല്ലേ? ഒരു ഡ്രസ്സ് ഇടുക, എന്നിട്ട് ആ ഡ്രസ്സ് ഒരു തീരെ പോരാന്ന് പറഞ്ഞാൽ അവിടെ കൊടുക്കുക. ഇത് ഇട്ടിട്ട് പല മോഡൽ റീൽസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് ഗൈസ്, ഞാൻ ആ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗൈസ്, എനിക്ക് ആ വയലറ്റ് കളർ ഇഷ്ടപ്പെടുന്നത് കയ്യില്ലാത്തതാണെന്ന്. പിന്നെ ആദ്യം പോയിട്ട് കണ്ണാടി നോക്കിയിട്ടിട്ട് തുള്ളലും ഇതാക്കല ഇതെല്ലാം കണ്ടിനി. ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ ഡ്രസ്സ് പോയിട്ട് കൊടുക്കാൻ നിനക്ക് നാണവും മാനവുമില്ല? ഒരു 3000 ഉലവക്ക് നീ വലിയ ഡയലോഗ് വിളിക്കുന്നില്ല, വലിയ പൈസ കരുത്തിയാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 3000 ഉലവക്ക് വേണ്ടിയിട്ട് നീ അവിടെ പോയിട്ട് ഇറന്നിട്ട് മേടിച്ചില്ലടി. നാണവും മാനവും ഉളുപ്പുണ്ട് നിനക്കൊക്കെ. ഇട്ട ഡ്രസ്സ് കൊടുത്തിട്ട് ഒരു വാങ്ങിയിട്ട് അത് ഒരു ദിവസം ഇട്ട് മൂഞ്ചിച്ചിട്ട് അത് കഴുകിയിട്ട് എന്നിട്ടും അവർക്ക് കൊണ്ടുപോയിട്ട് അവരായിട്ട് വാങ്ങിയതാണ്. എൻ്റെ കസവ് കേന്ദ്രം നിങ്ങൾ സമ്മതിക്കണം ബ്രോ. കാരണം എന്തുകൊണ്ടാണെന്നറിയാവുക, അല്ലെങ്കിൽ ഇവിടെ ഈ മാനേജർക്കെതിരെ ഹണി ട്രാപ്പ് വിഷയം കൊടുക്കും. അതുകൊണ്ട് മാനേജർ വിചാരിച്ച് എങ്ങനെയെങ്കിലും ശല്യം തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് അയാൾ കൊടുത്തു പോയതാണ്. പക്ഷെ എന്താ ചെയ്യുക, ഇങ്ങനെയോ ആൾക്കാർ വല്ലാത്ത ജാതിക്കൾ തന്നെ.